ഉം. എന്നാന്ന് പറഞ്ഞോ. എന്തൊരു മോളിൽ ഒതുക്കിന് ഒന്നുമില്ല. വേറെ മൂളി ഒതുക്കിയെന്ന് വെച്ചാല് മൂളി ഒതുക്കി. എന്തിനാ ചോദിച്ചു. കല്യാണത്തിന് വന്നിട്ട് എത്ര മണിക്ക് നീ പോയി? 10 മണിക്ക്. 10 മണിക്ക് വൈകിപ്പോക്കല്ലോ. എന്തിനാ? എന്തിനാ പിന്നെ എന്തൊന്നും അയാൾ വന്നിട്ട് ഞാനും പെരുമാറ. എന്നിട്ട് വേണം. എന്നാ സംഭവിക്കുന്നത്? പറയാൻ പറ്റില്ല. ഒന്നും സംഭവിക്കും. ഇത് പറയാനാ വിളിച്ചേ? എന്ത് പറയാനല്ലെന്ന് പറഞ്ഞാൽ കല്യാണത്തിന് പോയിട്ട് എങ്ങനെയുണ്ട് എന്നെ കാണാൻ? അടിപൊളിയല്ലേ, സുന്ദരില്ലേ? ഒറ്റ ഫോടുവാണ് കളവാണ്. കണ്ടിട്ട് അതെന്തില്ലായിപ്പോയി. അത്രക്ക് അങ്ങോട്ട് പോണോ? ഉള്ള കാര്യം ഉള്ള ഓരോ കാര്യമില്ല. ഇനിയിപ്പോ എന്തിനാണ് തിരക്കുന്നു കാണാൻ? കല്യാണം നമുക്ക് പൈസ എടുത്ത് പോയാലോ? മഴയില്ല ഇപ്പൊ ഭയങ്കര. ഇനിയിപ്പോ ആർക്കെല്ലാം പോണ്ട വണ്ടിക്ക് നയിച്ചാലോ? നോക്കട്ടെ പറയാം. അവളെ തന്നെ വിട്ടാലോ? എന്റെ മോനെ പറഞ്ഞില്ല, പെട്ടെന്ന് തിരക്ക് പിടിച്ചു സാവകാശം. ചില കാര്യങ്ങള് എല്ലാം പിന്നെ ഗുണമില്ല. ചില കാര്യങ്ങൾ ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും. ഏതായി ചില കാര്യങ്ങൾ അതുണ്ട്. എന്നാലും നാളെ വന്നോ പിന്നെ അന്ന് ഇപ്പൊ പറഞ്ഞു എന്നാലേ എന്നാ വേണ്ടി ഒന്ന് തീരുമാനിക്കണ്ടേ? ഇപ്പം പറ്റേ കേട്ടിട്ട് അങ്ങനെ പോയി. ചോദിച്ചു താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അത് വേണ്ട പരിപാടിയില്ല. എന്നെ നേരിട്ട് നേരിട്ടിട്ടുള്ള കാറില് കയറി. കാറില് എന്താ ഡ്രസ് നടുക? എന്നാ ഉദ്ദേശിക്കുന്നത്? കാറിലിരിക്കാൻ നമുക്ക് വർക്കണം പറഞ്ഞിട്ട്. അതല്ല, ഏത് ഡ്രസ്സാ ഉദ്ദേശിക്കുന്നത്? ഡ്രസ് ഇട്ടിട്ട് വരുമ്പോ ഡ്രസ് ഇട്ടാണ്ട് കയറില്ലല്ലോ നീ. അതല്ല ചോദിച്ചത്, ഏത് ഡ്രസ്സായിരുന്നു ഇടാൻ താല്പര്യം എന്ന് ചോദിച്ചത്. ഏതാ ഇടുന്നെന്ന് ചോദിച്ചത് ഞാൻ ചോദിച്ചത് തിരിച്ചങ്ങോട്ട്. എന്താ ഏതാ പുതിയ പുതിയത് എവിടെ? പുതിയത് പറ. ആൾക്കാരുടെ മനസ്സിലാവണ്ടേ ഇതെവിടെ ആരാ ഡ്രസ് ഇട്ടിരുന്നു? ആളെ കണക്ക് വരും. അന്നെ കണ്ടിട്ടില്ല, പിന്നെ മനസ്സിലാവുമല്ലോ. കോടയിലും ചൂടി നിന്നാലേ സൈഡാക്കി വണ്ടി നിർത്തി എന്നിട്ട് നോക്കി ഏകദേശം ഓക്കെ മറ്റുള്ള വേണ്ട വേണ്ട വിളിച്ചാ പോരെ? വിളിച്ചാലും കുറച്ചാലും മതിയപ്പോ. അങ്ങനെ മതി. നാളെ ഒരു കറക്കോ എപ്പോ കറക്കും? ഉച്ചക്ക് രാവിലെ ബീച്ച് വഴിയിലൊന്ന് വണ്ടിയിൽ വിളിച്ചിട്ട് ഇങ്ങനെ വരും. സമ്മതം സമ്മതിച്ചല്ലോ. വേഗം സമ്മതിക്കണ്ട. അറിയാം, മറ്റുള്ള സ്ലോവല്ലേ. മറ്റുള്ള സ്ലോവല്ലേ എന്തേ പറഞ്ഞ
മഴയുണ്ടോ? ഇല്ല ഇല്ല. ഇവിടെ മഴ അതെ നമ്മൾ പറഞ്ഞിട്ട് സമയത്തില്ല 12 മണി മഴ. പറഞ്ഞ 12 മണിയാവും. നല്ല പൊതിച്ച് ഇറങ്ങിക്കോ. ഉറക്കൊന്നും ചെയ്യുന്നില്ല, എന്നാന്ന് അറിയില്ല. അതെന്താ ഉറക്കം വരാത്ത? എനിക്കറിയില്ലേ. എന്തെന്നാ പറഞ്ഞത് എന്തുകൊണ്ട് വർക്ക് വരാത്ത? അതെയോ? ഇടയ്ക്കൊക്കെ റീചാർജ് ചെയ്യണം, അല്ലാണ്ട് വർക്ക് വരില്ല. അതേനാ നാളെ തന്നെ എടുത്തോട് നെറ്റ് കട മൊബൈൽ ഷോപ്പിൽ റീചാർജ് അല്ല, അത് മൊബൈലിലെ റീചാർജ്. മനുഷ്യന്മാർക്കിന്റെ ഇടയ്ക്കിടയ്ക്ക് റീചാർജ് ചെയ്യണ്ട, അല്ലാണ്ട് ഇതിന് വലിയ കാര്യമില്ല. ഞാൻ അറിയില്ലേനു ഈ ഇടക്കിടക്ക് മനുഷ്യന്മാരെ റീചാർജ് ചെയ്യുന്നു. വിളിച്ചാൽ തന്നെ ഒന്ന് റീചാർജ് ചെയ്യണമെങ്കിൽ വന്നാൽ നോക്കുകയും ചെയ്യാം. എപ്പോഴും ഞാൻ റെഡിയാക്കും. വേണ്ട എന്നിട്ട് എന്നെ പറഞ്ഞു പേര് വേണ്ടിട്ടാ അതിന്റെ പേര് റീചാർജ്. അതെ തൽക്കാലം വേണ്ടപ്പ. എന്നിട്ട് തൽക്കാലം റീചാർജ് ചെയ്യുന്നില്ല. ഞാനിതുവരെ മര്യാദക്ക് റീചാർജ് ചെയ്തില്ല. അതെയാ ഒന്നും ചെയ്യണ്ട, ഉള്ള ചെയ്തെടുത്താൽ മതി. ചെയ്തെടുത്താൽ വരെ മതിയെന്ന്. മറ്റേ പുള്ളി ചെയ്തില്ലേ, ഞാൻ ചെയ്തില്ലല്ലോ. അതെ നമ്മള് റീചാർജ് ചെയ്യാണ്ട് ഓടിക്കോളൂ. നമ്മള് ചെറിയൊരു ടച്ച് അല്ലേ ആക്കിയല്ലോ. മതിയില്ലേ? അതെല്ലാം കറിയുണ്ട്, ഇതെല്ലാം പഠിക്കാനുണ്ട്. വേറെ പിന്നെ എല്ലാം തിരക്കായ സംസാരത്തിന്റെ അതിർവരമ്പ് ലംഘിക്കുന്നുണ്ടോ എന്ന് സംശയം. അതാണ് പിന്നെ വീട്ടിൽ നിന്ന് പറഞ്ഞതാ. ആരും കേൾക്കുന്നില്ല, ഞാൻ കേട്ട പറഞ്ഞു പറയും. അയ്യോ വേണ്ട മോനെ. പറഞ്ഞു പിന്നെ സ്ഥിരം പറയേണ്ട ഒരു കൊണ്ടാണ് ഞാൻ കൂടുതൽ കടക്കാത്ത. കടക്കണ്ട, കടന്നിട്ടോന്നും മതി. പിന്നെ അതിലെ കുട്ടി അങ്ങനെ പോയി പോവും. ശരി നാട്ടാ റീചാർജ് ചെയ്യലുണ്ട് ഓർമ്മ കുട്ടിയാ. പറഞ്ഞ തന്നെ പറയണ്ട, നോക്കട്ടെ. നോക്കുന്നു സമയം എത്രയില്ലായല്ലോ. കാര്യമായിട്ടൊന്നും പറയാനില്ലേ. എന്തെല്ലാം പറയാണ്ട് മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ഇന്ന് ഇടിയില്ല, മഴ പെയ്യുന്നുണ്ട്. നാളെ ഇത് എന്നാ പരിപാടി? 8 മണിക്ക് വരും. സമയം പറ. സമയത്ത് ഞാൻ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം. ഇപ്പം തന്നെ അയക്കണോ? വെച്ചാല് എനിക്ക് ഷോപ്പിലുള്ള ചെറിയൊരു വർക്കിലൊന്നും തീർച്ചയാക്കണം. നാളെ പോകും. ഇപ്പഴേ ഉഷാറുണ്ട്, ഇപ്പൊ തന്നെ ഉഷാറായി. അതാ കേസ്. ഇപ്പം തന്നെ ഉഷാറായി. മനസ്സിലായോ? എന്താ മനസ്സിലായോ? ഒന്നുമില്ല മോനെ. ഇങ്ങനത്തെ കാര്യം ശരി.